ഭയങ്കര ഒരു കഴിവുണ്ട്. കഴിവാ? കഴിവ് പോടാ. എന്ന് വെച്ചാലാണ് എല്ലാരും നടക്കുന്ന കണക്കല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നത്. കാരണം എന്ന് വെച്ചാല് കോളേജിലെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലേ, സാധാരണ എല്ലാരും സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് ഓരോ സ്റ്റെപ്പ് വെച്ചാ. പക്ഷെ ഞാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് 2 സ്റ്റെപ്പ് വെച്ചാ. 2 സ്റ്റെപ്പ് കൂടുതൽ. പോടാ. ഞങ്ങൾക്കാണെങ്കിലേ എല്ലാ സ്റ്റെപ്പും കയറണം, നിനക്കാകുമ്പോ അത്രയും കയറണ്ട. ശരിക്കും ഭയങ്കര വലിയ കഴിവാണ് കേട്ടോ അത്. ആണല്ലേ? പിന്നെ പക്ഷെ ഇതേ ഞാൻ ആദ്യമായിട്ട് പറയുന്ന അണ്ണന്റെ അടുത്താ. പക്ഷെ അണ്ണൻ തന്നെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്തോ ഒരു ഇത് തോന്നുന്നു. എനിക്ക് കേട്ടിട്ട് എന്ത് തോന്നറിയോ, നീ ഇത് മറ്റേ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കഴിവുള്ള ആൾക്കാരെ കിട്ടാനില്ല. ഞങ്ങൾ മൊത്തം സ്റ്റെപ്പ് കയറുന്നത് നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് കയറിയാൽ മതി. അത്ര സ്പീഡും കഴിവൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അല്ല അപ്പൊ ഗിന്നസിൽ കിട്ടുമോ? ലോകം അറിയപ്പെടത്തില്ലേ? പിന്നല്ലാതെ ഇത് ഭയങ്കര ഒരു കഴിവാണല്ലേ എന്റെ. ഇത് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞുതരാം എന്ത് വേണം. നീ ഇതുവഴി നടന്നിട്ടേ ആ സ്റ്റെപ്പ് കയറിയിട്ട് മേളിൽ പോയി എൻ്റെ ഫോണിൽ എടുത്തോണ്ടോ. എൻ്റെ ഫോൺ അവിടെ കുത്തിയിട്ടേക്കുക. എനിക്കാകുമ്പോൾ മൊത്തം സ്റ്റെപ്പും കയറേണ്ടി വരത്തില്ലേ? നിനക്കാകുമ്പോൾ 2 സ്റ്റെപ്പ് കയറിയതല്ലോ, ഒന്ന് കൊടുത്തോണ്ടോ. അല്ലാണ്ട് എല്ലാ സ്റ്റെപ്പും എനിക്ക് പറ്റത്തില്ല. എനിക്ക് കോളേജിലെ സ്റ്റെപ്പുകൾ മാത്രമേ പറ്റൂ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? ഗിന്നസ് വേൾഡ് വേണ്ടേ? നോക്കോ. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ? എനിക്കങ്ങനെ കഴിവൊന്നും ഇല്ലമ്മ. എങ്ങനെ കഴിവെത്താനാണ്? ശരി, സാധാരണ എന്തെങ്കിലും കഴിവ് തരണ്ടേ? ഇതുപോലെ വേറെ കഴിവുണ്ടോടാ? ഇല്ല, ഇതോടെ എന്റെ കഴിവെല്ലാം അങ്ങ് തീർന്നു. ഇപ്പം ഭയങ്കര കഴിവുള്ളവനാണ്. വേണ്ട, അതിനെ പറ്റി ഇവിടെ പറയണ്ട. അടുത്ത പ്രാവശ്യം ഗിന്നസ് റെക്കോർഡ് മത്സരിക്കാൻ പോവാ അല്ലടാ? പിന്നെ നീ ഇതോടെ ഇറങ്ങുന്ന വളരെ കഴിഞ്ഞത് കഴിവുള്ള എനിക്ക് മനസ്സിലായി.